എടി കൊച്ചേ, ആ മേലേടത്തെ മേടയിലെ കൊച്ചൻ്റെ കല്യാണത്തിൻ്റെ റിസപ്ഷന് നീ പോകുന്നില്ലയോ? നിങ്ങൾ പോയില്ലയോ? ഓ, എനിക്കൊരു നല്ല സാരി ഒന്നും ഇല്ലടി. അവരെല്ലാം വലിയ വലിയ ആൾക്കാരില്ലയോ? വലിയ ആൾക്കാരോ എന്ന് വെച്ചാൽ? അവിടുത്തെ പെണ്ണുങ്ങളൊക്കെ ഒന്ന് കാണണം. ഓ, അവളുമാരുടെ മുമ്പിലൊക്കെ നമ്മളെങ്ങനെ ഈ പറഞ്ഞ വേഷത്തിലൊക്കെ പോകുന്നത്? ഓ, എനിക്ക് നാണക്കേടാ. പോകാതിരുന്ന പ്രശ്നം തീർന്നല്ലോ. മേലേടത്തെ കുമാരൻപിള്ളയാണോ നിനക്ക് പട്ടായം തന്നത്? അല്ല. പിന്നെ മേലേടത്തെ വസ്തു ചുമ്മാ അങ്ങ് പതിച്ചു തന്നോ നിങ്ങൾക്ക് വീട് വെക്കാൻ? അല്ല. പിന്നെ എന്തിനാണല്ലേ നിങ്ങൾ മേലേടത്തെ കാര്യം ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നത്? എടി മോളെ, നമ്മളൊക്കെ ഇച്ചിരി കാശ് കുറഞ്ഞവരല്ലയോ? അതുകൊണ്ട് മേലേടത്തുകാരെ പോയി കുമ്പിടണമെന്ന്. മേലേടത്തെ കുമാരപിള്ള 40 വയസ്സ് വരെ തേരാപ്പാര ഇങ്ങോട്ട് നടന്ന് എനിക്കറിയാം. അയ്യോ, ആണോ? എൻ്റെ ആങ്ങളെയാണ് അങ്ങേരെ ഗൾഫിൽ കൊണ്ടുപോയത്. അന്ന് തൊട്ടുണ്ടാക്കിയ കാശാണ് ഈ കാണുന്നതൊക്കെ. മേലേടത്തെ മേട കാശ് കൂടിയപ്പം പുള്ളി മൊത്തത്തിലങ്ങ് മാറി. മേലേടത്തെന്ന പേരിനൊരു പോരായ്മ തോന്നിയിട്ടായിരിക്കും മേടയെന്ന് കൂടി കൊണ്ടു ചേർത്തത്. അതെങ്ങനാ എങ്ങാണ്ടൊന്നും ഒന്ന് താമസിക്കുന്നത് നിങ്ങൾക്കതൊന്നും അറിയത്തില്ല. ഞാനേ ഈ മണ്ണിൽ ജനിച്ചു വളർന്നവളാ. പിന്നെ മേലേടത്തെ പെണ്ണുങ്ങളുടെ മഹിമയൊന്നും നീ എന്നോട് പറയരുത്. നീ പോകുന്നില്ലയോടി? ഇല്ല. എന്താ, വിളിച്ചില്ലയോ? പിന്നെ വാട്സപ്പ് വഴി എനിക്കൊരു മെസ്സേജ് ഇട്ടായിരുന്നു. വാട്സപ്പിലോ? എന്നെ നേരിട്ട് വിളിക്കുമായിരുന്നല്ലോ. ആ, കല്യാണം മംഗലാപുരത്ത് വെച്ച കുത്തുവിളക്ക് പോലെ കത്തുന്ന കുറെ പെണ്ണുങ്ങളുണ്ടല്ലോ മേടയിലെ, അവരെ മാത്രമേ കൊണ്ടുപോകത്തുള്ളൂ. പിന്നെ കല്യാണം കഴിയുമ്പോഴുള്ള റിസപ്ഷൻ അത് വലിയ പള്ളിയുടെ മൈതാനത്ത് വെച്ച് പന്തലിട്ട് ചോറ് വിളമ്പും. അവിടെ ചെല്ലണമെന്ന്. തിരുവാതിരയ്ക്കേ വലിയ വീട്ടിലമ്മയുടെ നടയുടെ മുമ്പിലേ കഞ്ഞി വിളമ്പും. ആർക്കും കുടിക്കാം, ആർക്കും ചെല്ലാം. മേലെടുത്ത കുമാരൻ്റെ പുങ്കത്തരം കാണാനേ എനിക്ക് വയ്യ. ഞാൻ പോകുന്നില്ല. ഏതാണ്ടൊക്കെ ഇഷ്ടം പോലെ കഴിക്കാനൊക്കെ കാണുമായിരിക്കും ഇല്ലയോ? ശോ, പോയാ മതിയായിരുന്നു. അതെങ്ങനെയാ ഒരു പണ്ടാരം സാരി കാരണം കഴിക്കാനുള്ളതും കൂടെ അങ്ങ് പോയി.